ഹായ് ഗായ്സ്, ഇന്നത്തെ എന്റെ ദിവസം പതിവില്ലാണ്ട് നേരത്തെയാണ് കേട്ടോ തുടങ്ങുന്നത്. കാരണം 2-3 മാസത്തിന്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഡൈക്കറ്റ് സ്മാർട്ടിന്റെ സ്റ്റോർ ഒഫീഷ്യലി ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. സ്റ്റോർ വരുന്നത് കൊച്ചിയിലായതുകൊണ്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ഏകദേശം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വണ്ടിയിൽ കയറി ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഞാൻ നീറ്റപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ടായിരുന്നു കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിൽ. അങ്ങനെ ഞാനും വിഷയം ലൈറ്റ് ആയിട്ട് ഉഴുന്നുവട കഴിച്ചു. ബാക്കിയുള്ളവർ മസാല ദോശയും പൂരിയും നെയ് റോസ്റ്റും അങ്ങനത്തെ സംഭവങ്ങൾ കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ. ബ്ലോക്ക് ഉണ്ടാവോ എന്നുള്ള ഒരു പേടിയിലാണ് ഞങ്ങൾ യാത്രനെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഓണായോണ്ടാണോ അറിയില്ല, ബ്ലോക്ക് അത്യാവശ്യം നല്ല കമ്മിയായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വരുന്നത് ഡൈക്കറ്റ് സ്മാർട്ടിന്റെ ഇനോഗ്രേഷന് വേണ്ടി മാത്രമല്ല, കുറെ കൊല്ലങ്ങളായിട്ട് എന്റെ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ മെഹന. ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കും, കോൾ ചെയ്യും, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ കുറെ കൊല്ലത്തെ ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പിന് ശേഷം നേരിട്ട് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു ഹാപ്പി മൊമെന്റ് ആണ് കേട്ടോ. അതും ഇത്രയും നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷനിൽ ആളുടെ സ്റ്റോറിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുക എന്നുള്ളത് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പൊലിവുള്ള ഒരു കാര്യമാണ്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്, പക്ഷെ അതേപോലെ നെർവസും ആണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഈ പരിപാടികളൊന്നും ശീലമില്ലാത്തതുകൊണ്ട് എന്താവും എങ്ങനെ ആവും ഒന്നും ഒരു ഐഡിയ ഇല്ല. ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു 9:30 ആകുമ്പോൾ കൊച്ചിയിലെത്തിയിട്ടോ. പിന്നെയും ഒരു 2 മണിക്കൂർ എന്ത് ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ലുലുമോൾ പോയി കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് തന്നെ സ്റ്റോർ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും വന്നില്ല. സ്റ്റോറിൽ എത്തിയ ഉടനെ തന്നെ ഞാൻ ആദ്യം കാണുന്നത് മെഹനെയാണ് കേട്ടോ. മെഹനന്റെ മുഖം സത്യത്തിൽ ട്യൂബ് ലൈറ്റ് കത്തിച്ച പോലെ ഉണ്ടായിരുന്നു, ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. പിന്നെ നീനു ഷാജി, യാ സിസ്റ്റേഴ്സ്, ഇവരൊക്കെ പരിചയപ്പെട്ടു. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള റിഫ്രഷ്മെന്റ്സ് ആയി കപ്പ് കേക്ക്, ജ്യൂസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇനോഗ്രേഷന്റെ ടൈമായി. മെഹനന്റെ മുഖത്തത്തെ ആ ചിരിയും സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ആളുടെ കഷ്ടപ്പാട് ഒരു സക്സസ്ഫുൾ ദിവസത്തിലേക്ക് വന്നെത്തി എന്നുള്ളതും നമുക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അത്രക്കും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഞാനിങ്ങനെ സ്റ്റോറിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ടൈം കിട്ടണനുസരിച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത്. സ്റ്റോറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒന്ന് കയറി നോക്കണം തോന്നുന്ന ഒരു ടൈപ്പ് സ്റ്റോർ ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ അവർ ചെയ്തിട്ടുള്ളത്. സ്റ്റോറിന്റെ ഇനോഗ്രേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും സ്റ്റോറിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും റിബണൊക്കെ കെട്ടി. നമ്മുടെ മെഹനന്റെ ഗ്രാൻഡ് മദർ ആണ് കേട്ടോ റിബൺ കട്ട് ചെയ്ത് ഇനോഗ്രേഷൻ ചെയ്തത്. എല്ലാവരും ഒന്ന് നടന്ന് കാണുന്നതിന് മുന്നേറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എന്റെ മുഖത്ത് നിങ്ങൾക്ക് ഇടയ്ക്കൊരു ചമ്മലും നെർവസ്നെസ്സും ഒക്കെ കാണാൻ കഴിയിട്ടാ, മൈൻഡ് ആക്കണ്ട. അങ്ങനെ കയ്യിൽ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബൊക്കെ കിട്ടിയപ്പോൾ കുറച്ചേരം അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നിൽക്കായിരുന്നു ഞാൻ. ഇനോഗ്രേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കുട്ടികൾ അവരെ പാരന്റ്സിനൊക്കെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കാണാനും പറ്റി, അവരെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടോ. താത്ത ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഓ മൈ ഗോഡ്, പറയാൻ പറ്റില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. നമ്മളറിയാതെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ലോകത്ത് പല സ്ഥലത്തായിട്ട് ഉണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഒരു മോട്ടിവേഷൻ ആണ്. എസ്പെഷ്യലി ചെറിയ കുട്ടികളുടെ സ്നേഹവും സപ്പോർട്ടും കിട്ടുക എന്ന് പറയുന്നത് വേറൊരു ഫീലാണ് കേട്ടോ. ബൈ ദ വേ, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം വീഡിയോയുടെ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. സ്റ്റോറി നേരിട്ട് കാണാനുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, അത് എത്ര നോക്കിയിട്ടോ എന്താ അറിയില്ല, നമ്മുടെ ഫോണിനെ അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റണില്ല. ടംബ്ലേഴ്സ്, സ്റ്റിക്കേഴ്സ്, ബാഗ്സ്, സ്റ്റേഷനറീസ്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ. ഡൈക്കറ്റ് സ്മാർട്ടിന്റെ ഹോൾ വീഡിയോ ഞാൻ കുറേ മുന്നിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഓൾറെഡി എന്റെ പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവരുടെ പ്രൊഡക്ട്സ് അത്രയും ക്യൂട്ടാണ്, അതേപോലെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. പ്ലസ് ഹൈലൈറ്റ് എന്താ വെച്ചാൽ അഫോർഡബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ. മിനിസോയിൽ 600, 800, 1000 റേഞ്ച് വരുന്ന അതേ ടൈപ്പ് ടംബ്ലേഴ്സ് നമുക്ക് ഇവിടെ വെറും 200, 300 റുപ്പീസിലൊക്കെ കിട്ടും. ഞാനിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ആര്യ വന്നത്. ആര്യനെ പിന്നെ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആള് നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. കുറച്ചേരം അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് വീണ്ടും ഞാൻ വീഡിയോസ് എടുക്കാൻ കണ്ടിന്യൂ ചെയ്തു. എൻ്റെ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും കുറേ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. എല്ലാ പ്രൊഡക്ട്സും കൂടെ ആ ഒരു റഷ് കാരണം എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എറണാകുളം വഴിയൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊച്ചി പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഡൈക്കറ്റ് സ്മാർട്ടിന്റെ സ്റ്റോർ വിസിറ്റ് ചെയ്യണം. എനിക്ക് ഇവരുടെ സ്റ്റോറിൽ ഇഷ്ടമായ 2 സെക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാ സെക്ഷനും അടിപൊളിയാണ്, പക്ഷേ ഈ 2 സെക്ഷൻ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. കയറുമ്പോൾ തന്നെ ഫുൾ പെൻസ് വെച്ച ഒരു പെൻസിന്റെ സെക്ഷൻ ഉണ്ട്. അത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിലാണ് അവരത് വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ എനിക്ക് തോന്നിയത് ഈ ക്യൂട്ടായിട്ടുള്ള പ്ലഷ് ടോയ്സിന്റെ കീ ചെയിൻസ് വെച്ച സെക്ഷൻ ഉണ്ട്. അതും നല്ല രസമുണ്ട് കാണാൻ. നടന്നു വന്നപ്പോൾ ഇങ്ങനത്തെ സ്റ്റോഴ്സിന്റെ ഒരു പ്രത്യേകത എന്താ അറിയൂ, നമ്മളെ ഉള്ളിൽ നമ്മൾ എത്ര വയസ്സായി എന്ന് പറഞ്ഞാലും, ഞാനിപ്പോൾ ഒരു 27 ഇയേഴ്സ് ആവാറ്, പക്ഷെ എന്നാലും നമ്മൾ ചെന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡിനെ പുറത്തെടുക്കാൻ പറ്റിയ ടൈപ്പ് ഒരു സ്റ്റോറാണ്. ഇങ്ങനെ ഒരു സ്റ്റോർ കാണുമ്പോൾ കുട്ടികൾക്ക് മാത്രമുള്ള സ്റ്റോറാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മൾ ചെന്ന് കഴിഞ്ഞാലും എന്തായാലും ഒരു 2-3 ഐറ്റംസ് എങ്കിലും എടുത്തിട്ട് വരും. ഞാൻ എൻ്റെ ഫുൾ ഫാമിലി ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ഇവിടെ വീഡിയോസ് എടുക്കുമ്പോഴും ബാക്കിയുള്ളവരെ കണ്ട് സംസാരിക്കുമ്പോഴും എൻ്റെ പാരൻസ്, വേറുള്ളവരുടെ പാരൻസ്, നമ്മുടെ യാ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയും ഉപ്പയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു.
എന്തായാലും അവർക്കൊരു കമ്പനി ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു സമാധാനമായി. സ്റ്റോറിൻ്റെ ഒരു സൈഡ് ഫുൾ കൊറിയൻ ടൈപ്പ് ബാഗ്സ് ആണ് കേട്ടോ. പല കളേഴ്സിൽ ഡാർക്ക്, പേസ്റ്റൽ ഷെയ്ഡ്സ്, ഭയങ്കര ലൈറ്റായ ഷെയ്ഡ്സിലുള്ള ബാഗ്സ് ഫുൾ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമായ ഒരു സെക്ഷൻ അതാണ് കേട്ടോ. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഫുൾ പെൻസ് ആണ് കേട്ടോ. ഏകദേശം കുറേ പെൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്, അതും പല പല ടൈപ്പ് ക്യൂട്ടായിട്ടുള്ള പെൻസ് ഇവിടെ ഫുൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വീഡിയോസ് എടുത്തതിന് ശേഷം ഞാൻ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം പോലും ഇല്ല. എല്ലാം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് സെലക്ട് ചെയ്ത ഐറ്റംസ് ആയിരുന്നു. പർച്ചേസ് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് ക്യാമറമാൻ വന്ന് ചോദിച്ചു എന്തെങ്കിലും കുറച്ച് വാക്കുകൾ ഡൈക്കട്ട് സ്മാർട്ടിനെ പറ്റി പറയുമോ എന്നുള്ളത്. സ്റ്റോർ അടിപൊളിയാണ്, പക്ഷെ ഞാൻ അത്ര അടിപൊളി അല്ലാത്തതുകൊണ്ട് ഭയങ്കര ഷൈ ആണ് ഞാൻ. എനിക്ക് എന്താ അറിയില്ല, ക്യാമറ ഫിയർ നല്ലോമുള്ള ഒരാളാണ്. അതുകൊണ്ട് അഥവാ ഈ വീഡിയോ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും എന്നെ കളിയാക്കരുത് കേട്ടോ. ഈ താത്താക്ക് ഇത്രയേ അറിയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ചില സമയത്തൊക്കെ നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഒരു 100 ടേക്ക് എടുത്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു നമ്മളെ ഫെലോ യൂട്യൂബേഴ്സിൻ്റെ കൂടെ കുറച്ച് വീഡിയോസും സെൽഫിയും ഒക്കെ എടുത്തു കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഗുഡ് ബൈ ഒക്കെ എല്ലാവരോടും പറഞ്ഞ് ഏകദേശം പോകാനുള്ള ടൈം ആയിട്ടോ. കാരണം നമ്മളിപ്പോൾ സ്റ്റോറിൽ കയറിയിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂറായി. അങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. എന്തായാലും കൊച്ചി വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു. എത്ര കണ്ടാലും മടുക്കാത്തൊരു വ്യൂ ആണ് കേട്ടോ. ഈ കടലും പുഴയും കായലൊക്കെ. ഉച്ച സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാതെ നമ്മൾ മലപ്പുറംകാരുടെ ഒരവസ്ഥ. മലപ്പുറത്ത് നിന്ന് എറണാകുളം വരെ പോയിട്ടും കഴിക്കുന്നത് എന്താ, മന്തി. ഇവിടെ ഹോട്ടലിലാണെങ്കിലോ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ കുറേ നേരം കാത്തു നിന്ന് ഫൈനലി മന്തി കിട്ടി. മന്തി കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ വേണ്ടി പോയിട്ടാണ്. എപ്പോഴും ഞങ്ങൾ മലപ്പുറംകാരെ മലപ്പുറത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന സംഭവമാണ് കേട്ടോ വാട്ടർ ബോഡീസ്. എന്തെങ്കിലും വല്ല ബീച്ചോ കടലോ കായലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ആ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാലേ, ഒരു ബീച്ചൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചി, അതേ രക്ഷയുള്ളൂ. ഇങ്ങനെ നടന്ന സ്ഥലം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കുട്ടി പൂച്ചേനെ കണ്ടത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ ഓറഞ്ച് കളർ പൂച്ചനെ വളരെ റെയർ ആയിട്ടാണല്ലോ കാണുക. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. ഒരു സൈഡിൽ കളർഫുൾ ആയിട്ടുള്ള ക്ലിപ്സും അങ്ങനെ കുറേ ഐറ്റംസ് വെക്കുന്ന ഒരു കട, മറ്റേ സൈഡിൽ നല്ല ഫ്രഷ് മീൻ വെക്കുന്ന കട. സൈഡിൽ നോക്കിയപ്പോൾ വലിയൊരു കാർഗോ കപ്പൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അങ്ങനെ അതും വീഡിയോ എടുത്തു. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത തന്നെ കുറേ ഡച്ച് ആർക്കിടെക്ചർ വരുന്ന ബിൽഡിങ്സ് ആണ്. വേറൊരു സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭംഗിയുള്ള ബിൽഡിങ്സ് ഉണ്ട്. പക്ഷേ നല്ല വെയിലായിരുന്നു, നല്ല പൊരിഞ്ഞ വെയിലായതുകൊണ്ട് കുറേ നടക്കാനുള്ള എനർജി ഉണ്ടായിരുന്നില്ല. എന്തായാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ തിരിച്ച്. മെഹന ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ മെഹനക്ക് വലിയൊരു താങ്ക്സ് കേട്ടോ. എന്നെ മറക്കാണ്ട് ഓർത്ത് ഇൻവൈറ്റ് ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ വരാൻ കഴിഞ്ഞതിൽ അതിനേക്കാളും സന്തോഷമുണ്ട്. എന്തായാലും മാഷാ അല്ലാ, ഇനി നിങ്ങളുടെ സ്റ്റോർ ഇൻഷാ അല്ലാ കുറേ ലൊക്കേഷനിൽ തുറക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. വീട്ടിലെത്തിയ ഉടനെ ബൊക്കയിലുണ്ടായ ഫ്രഷ് റോസസ് ഒക്കെ മമ്മ എടുത്തിട്ട് ഫ്ലവർ വേസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഡൈക്കട്ട് സ്മാർട്ടിന്റെ സ്റ്റോറിൽ നിന്ന് ഞാൻ എന്തൊക്കെ പർച്ചേസ് ചെയ്തു നിങ്ങൾക്ക് കാണിച്ചേ. ആദ്യത്തെ സെലക്ഷൻ എൻ്റെ സിസ്റ്റർ ഇഷാൻ്റെ കേട്ടോ. ആൾ കുറേ ആയി ഒരു ഭംഗിയുള്ള കുപ്പി വേണം, വെള്ളം കുടിക്കാൻ കുപ്പി വേണമെന്ന് തപ്പി നടക്കണം. അതെന്തായാലും കിട്ടി. അപ്പോൾ ഈ ഒരു ടംബ്ലർ വാട്ടർ സിപ്പ് വാങ്ങിയത് ഇഷയാണ് കേട്ടോ. ഇഷാക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്ത്. ഈ ടംബ്ലറിൻ്റെ ബ്ലാക്ക് എടുക്കാൻ പോയ ഇഷാനെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പിങ്ക് എടുപ്പിച്ചു. അടുത്ത ഐറ്റമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ ഒരു സർപ്രൈസ്. ഈ ഒരു പെൻസിൽ കേസ് ഞാനൊരു കുട്ടി ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് ഡൈക്കട്ട് സ്മാർട്ടിൻ്റെ ഇനോഗ്രേഷന് വരണമെന്ന് ആഗ്രഹമുള്ള കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഏതെങ്കിലും ഒരു ലക്കി ആയിട്ടുള്ള സബ്സ്ക്രൈബറിന് ഈ ഒരു പെൻസിൽ കേസ് കിട്ടും. ഈ ഒരു കുട്ടി ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ഏതാണെന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൈക്കട്ട് സ്മാർട്ടിൽ ഈ ഒരു വീഡിയോയിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് പറയുക. നിങ്ങളെ വേറെയുള്ള ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കറക്റ്റ് സെപ്റ്റംബർ 20 ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ പാർട്ടിസിപ്പേഷൻ അറിയിക്കണേ. വിന്നറിന് കിട്ടുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പിങ്ക് പെൻസിൽ പൗച്ചാണ് കേട്ടോ. ഈ ഒരു പൗച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഇത് തന്നെ ഗിഫ്റ്റ് ആക്കാമെന്ന് കരുതി. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്ത സങ്കടത്തിലാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷമാവും ഞാൻ വിചാരിക്കുന്നത്. അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്തത് ഈ ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഈ ഒരു പിങ്ക് കളർ ഓർഗനൈസറാണ് പർച്ചേസ് ചെയ്തത്. എൻ്റെ മമ്മക്ക് കുറച്ച് ഡെയിലി യൂസ് ഐറ്റംസ് ആയ കുറച്ച് ലിപ്സ്റ്റിക് അങ്ങനത്തെ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ് വീണ്ടും ഇഷാന്റെ ഫോൺ കേസും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ആകെ 40 റുപ്പീസ് ഉള്ളൂ കേട്ടോ ഈ സ്റ്റിക്കറിന്. നെക്സ്റ്റ് വാങ്ങിയത് ഈ ഒരു കുട്ടി പോക്കറ്റ് മിറർ ആണ് കേട്ടോ. നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു സിൽവർ ലുക്ക് വരുന്ന പോക്കറ്റ് മിറർ. അടുത്ത ഐറ്റം ഡൈക്കട്ട് സ്മാർട്ട് നമുക്ക് തന്നൊരു ഗിഫ്റ്റ് ആണ്. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ടംബ്ലർ ആണ്. ഈ ടംബ്ലറുമേ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബീഡ്സ് പോലത്തെ ചെയിൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം കുറേ ട്രാവൽ ചെയ്തുന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായ ദിവസമായിരുന്നു കേട്ടോ.
കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതേപോലെ മെഹനനെ മീറ്റ് ചെയ്യാൻ പറ്റി. നല്ല ഭംഗിയുള്ള സ്റ്റോർ കാണാൻ പറ്റി. കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റി. പിന്നെ അതേപോലെ കൊച്ചിയിൽ കുറച്ചൊക്കെ ഒന്ന് കറങ്ങാനും പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.